ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്ന ഇവളുടെ തള്ളയ്ക്ക് കൊള്ളാം. ഈ വീട്ടില് ശിവൻ ഒരു കുറവുമില്ലാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വ. അതിലൊരു മാറ്റവും വരാൻ പാടില്ല. വന്നാൽ എന്നെ അറിയാലോ, നിന്റെ ഓരോ തെറ്റിനും അനുഭവിക്കുന്നത് ഇവളായിരിക്കും. ഇല്ലെങ്കിലേ ഇങ്ങനെ അങ്ങ് തീർക്കും ഞാൻ. എന്ത് ഞാൻ അനുസരിക്കാം. അങ്ങനെ വഴിക്കുവാ എന്റെ മോളെ. എടാ മരുമോനെ, ഇനി നീ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. നിന്റെ ശില്പക്കുട്ടി അനുസരിക്കും. അത് മതി അച്ഛ. ആദ്യം ശിവേട്ടനെ താങ്ങി അകത്ത് കൊണ്ടുപോയി കിടത്ത്. വാ മാവക്കുട്ടി. മോളെ, അമ്മ, അയാള് വിളിച്ചാലും മോള് റൂമിലേക്ക് പോണ്ട. ആ മരണത്തെ അമ്മ നോക്കിക്കോളാം. അയാൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അമ്മ അച്ഛൻ ഉപദ്രവിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അച്ഛനറിയാം. നമ്മുടെ ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ടാ അവരുടെ ഈ കളി. എന്റെ സുരക്ഷിതത്വം നോക്കി ഗോപേട്ടൻ പറയുന്നതൊക്കെ അനുസരിക്കാനാ നിന്റെ ഭാവമെങ്കിൽ നിന്റെ കഴുത്തിൽ അയാളുടെ താലി വീഴും. എന്നെ ഗോപേട്ടൻ എന്തും ചെയ്തോട്ടെ, നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഈ അമ്മ സമ്മതിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റൂന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ ശവാനന്ദനെ ഞാൻ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ശില്പ എന്നുള്ള എന്റെ പേര് ഞാൻ മാറ്റും.